നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th ഗ്രേഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതും പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓർമ്മിക്കുക, ഇത് 8th ഗ്രേഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ഇമ്പോർട്ടൻറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so the question is simplify 2 raised to minus 1 divided by 5 raised to minus 1 whole square into minus 5 by 8 whole raised to minus 1. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, 2 raised to minus 1 എന്ന് പറയുന്നത് അത് റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് സൈൻ അങ്ങോട്ട് ഒഴിവാക്കാം. അത് 2 raised to minus 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 2. ഓക്കെ, ഡിവൈഡഡ് ബൈ അതുപോലെ വീണ്ടും 5 raised to minus 1 അത് നിങ്ങൾക്ക് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. 1 by 5 5 raised to minus 1 1 by 5 എഴുതി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെയും ഒരു നെഗറ്റീവ് 1 പവർ ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കാം. എഗെയിൻ മൈനസ് 5 by 8ൻ്റെ റെസിപ്രോക്കൽ 8 by minus 5 ഹോൾ റൈസ് ടു 1. സൈൻ ചേഞ്ച് ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 by 2 ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷനായി മാറ്റി എഴുതുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു ഇൻറ്റു ഇത് അതേപോലെ തന്നെ എഴുതാണ് 8 by minus 5. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 into 1 5, 2 into 1 2 തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോൾ സ്ക്വയർ ഇടുന്നു ഇൻറ്റു 8 by minus 5. ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5 into 5. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2. അതിലൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 8, ഇവിടെയുള്ളത് -5. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യാൻ നെഗറ്റീവ് സൈൻ അവിടെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് 8ഉം ഈ 4, അതായത് 2 to 4 ആയില്ലേ. സോ 2 times 4 into 2 8 ആയി. അപ്പോൾ 5 into 2 10. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു, ക്യാൻസലായ നെഗറ്റീവ് സൈൻ അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതുമ്പോൾ -10. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 5 raised to minus 1 into 3 raised to minus 1 whole raised to minus 1 divided by 6 raised to minus 1. ഇവിടെയൊക്കെ -1 എന്ന് കാണുന്നുണ്ട്. നമുക്ക് ആ -1 ഒഴിവാക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ഇടാം. 5 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 5 ആണ്. 3 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. ഹോൾ raised to minus 1 അവിടെ ഉണ്ട്, അത് എഴുതാം. അതേപോലെ 6 raised to minus 1 എന്ന് പറഞ്ഞാൽ എഗെയിൻ റെസിപ്രോക്കൽ എടുക്കുകയാണ്, 1 by 6 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 by 5 into 3 15 raised to minus 1 ഡിവൈഡഡ് ബൈ 1 by 6 അതേപോലെ തന്നെ എഴുതി. ഇനി വീണ്ടും നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. 1 by 15 എന്താവും? 15 by 1 ആവും. പിന്നെ ഡിവിഷൻ എന്നുള്ള സൈനാണ് നമ്മൾ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലും കൂടി എടുക്കണം. 1 by 6 എന്ന് പറയുന്നത് 6 by 1 ആവും. അപ്പോൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 15 into 6 90 എന്നായിരിക്കും ആൻസർ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് -1 ഏതൊരു ബേസിനും പവർ -1 ആണെങ്കിൽ നമ്മൾ റെസിപ്രോക്കലാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഡിവിഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡിവിഷൻ നമ്മളെപ്പോഴും മൾട്ടിപ്ലിക്കേഷനായി കൺവേർട്ട് ചെയ്യുമ്പോൾ എഗെയിൻ റെസിപ്രോക്കൽ എടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ 90 കിട്ടുന്നത്. അടുത്ത ചോദ്യം 6 raised to minus 1 minus 8 raised to minus 1 whole raised to minus 1 plus 2 raised to minus 1 minus 3 raised to minus 1 whole raised to minus 1. എഗെയിൻ ഒരുപാട് മൈനസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. 6 raised to minus 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ, അതായത് 1 by 6 ആയി മാറി. 8 raised to minus 1 1 by 8 ആയി മാറി. ഇനി ഇത് ഹോൾ raised to minus 1 അവിടെ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ തൽക്കാലം. അതേപോലെ 2 raised to minus 1 1 by 2 ആയി മാറി. 3 raised to minus 1 1 by 3 ആയി മാറി. ഹോൾ raised to minus 1. ആദ്യം നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ വാല്യൂ സോൾവ് ചെയ്യാം, എന്നിട്ട് -1 വീണ്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. ഓക്കെ, 8 into 6 48, 8 minus 6 whole raised to minus 1 plus ഇവിടെ LCM എടുത്തിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. 3 minus 2 whole raised to minus 1, അതായത് 2 by 48 whole raised to minus 1 plus 1 by 6 whole raised to minus 1. ഈ 2 by 48 നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുരുക്കാം. 1 by 24 എന്ന് എഴുതാം. raised to minus 1 plus 1 by 6 whole raised to minus 1. ഇനി നമ്മൾ -1 ഒഴിവാക്കാൻ പോകണം. -1 ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. 1 by 24 എന്തായി മാറും? 24 by 1 ആയി മാറും. പ്ലസ് അതേപോലെ 1 by 6 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം.
6/1 ആയിട്ട് മാറ്റി എഴുതാം. ഈ ബൈ 1 എന്നുള്ള അത്യാവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി കാണിക്കാത്തത്. 24 + 60 ബിക്കോസ് എനി നമ്പർ ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇറ്റ് സെൽഫ് ആണ്. സോ 24 + 6 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ 30. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 4 raised to -1 + 8 raised to -1 ഡിവൈഡഡ് ബൈ 2/3 -1. അപ്പോൾ തുടങ്ങാലോ. 4 raised to -1 നമുക്ക് എന്തായി മാറ്റി എഴുതാം? 1/4. അതേപോലെ 8 raised to -1 എന്ന് പറഞ്ഞാൽ 1/8. ഓക്കെ, ഡിവൈഡഡ് ബൈ 2/3 raised to -1 ഉണ്ട് അവിടെ. ആ -1 ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും റെസിപ്രോക്കൽ എടുക്കും. 2/3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, ഹോൾ റൈസ് ടു 1. അതിന് എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല. സോ ഇവിടെ വീണ്ടും നമ്മൾ LCM എടുക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. സോ 8 + 4, 8 × 4 32 ഡിവൈഡഡ് ബൈ 3/2. ഇനി 8 + 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12/32 ഡിവൈഡഡ് ബൈ 3/2. ഇതിൽ 12ഉം 32ഉം സിംപ്ലിഫൈ ചെയ്താൽ രണ്ടും 4നെ കൂടെ ഡിവിസിബിൾ ആണ്. അപ്പോൾ 4 × 3 12 ആണ്, 4 × 8 32 ആണ്. സോ അതിന് സിംപ്ലിഫൈ ചെയ്ത് 3/8 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 3/2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ മറക്കാതെ ഫ്ലിപ്പ് ചെയ്യുക, അതായത് റെസിപ്രോക്കൽ എടുക്കുക. 2/3. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്തോളൂ. 3ഉം 3ഉം ക്യാൻസൽ ചെയ്യാം. 2ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 4 വരും നമുക്ക്. സോ ഫൈനൽ ആൻസർ 1/4. പവേഴ്സ് ആൻഡ് എക്സ്പോണൻ്റ് എന്ന ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതായത് എക്സ്പോണൻ്റ് ലോസ് ഒക്കെ നമുക്കറിയുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാണ്. 5/3 ഹോൾ റൈസ് ടു -5 ഇൻറ്റു 5/3 ഹോൾ റൈസ് ടു -11 ഈസ് ഈക്വൽ ടു 5/3 റൈസ് ടു 8x. ഈ പവേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു റൂൾ ഉണ്ട്, അല്ലെങ്കിൽ ലോ ഉണ്ട്, എക്സ്പോണൻ്റ് ലോ. a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m + n. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പവേഴ്സിന് ആഡ് ചെയ്തിട്ട് എഴുതാം. അതായിരിക്കും RHS സൈഡിലുള്ള എക്സ്പോണൻറ്റ്. സപ്പോസ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് a⁻6 ഇൻറ്റു a⁻3 ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ആൻസർ എന്ന് പറയുന്നത് ഈ 6 + 3 ആയിരിക്കും. അതായത് a⁻9 ആയിരിക്കും ഫൈനൽ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും നമ്മുടെ റൂള്? -5 പ്ലസ്, ബിക്കോസ് ഇതിൻ്റെ പവർ -5 ആണ്. ബേസ് എല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 5/3 എന്നുള്ളത് -11 ആണ്. സോ -11 അത് ഈക്വൽ ആയിരിക്കണം, RHSലുള്ള 8xന് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മുടെ റൂൾ, അല്ലെങ്കിൽ ലോ ഓഫ് എക്സ്പോണൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. -5 + -11 എന്ന് പറയുന്നത് -16 വരുന്നത്. അതാണ് 8x ആയിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? -16/8, അതായത് -2 ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ, എക്സിൻ്റെ വാല്യൂ. വീണ്ടും അതുപോലെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് m സോ ദാറ്റ് 2/9 ഹോൾ റൈസ് ടു 3 ഇൻറ്റു 2/9 ഹോൾ റൈസ് ടു -6 ഇസ് ഈക്വൽ ടു 2/9 ഹോൾ റൈസ് ടു 2m - 1. ഇവിടെയൊക്കെ ബേസ് എല്ലാം സെയിം ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ റൂൾ യൂസ് ചെയ്യാം. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m + n ആണ്. അങ്ങനെയാണ് ഇവിടെയൊക്കെ ബേസ് സെയിം ആണ്. അപ്പോൾ 3 പ്ലസ് ഇതിൻ്റെ പവർ എന്തായിരുന്നു? -6. പവറല്ല, എക്സ്പോണൻറ്റ്. സോ 3 + -6 ഈക്വൽ ടു എന്തായിരിക്കണം? 2m - 1. എല്ലാത്തിൻ്റെ എക്സ്പോണൻറ്റ് മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ 3ഉം 6ഉം -6ഉം ആഡ് ചെയ്താൽ -3 വരും. ഇനി നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തൂടെ? അത് 2m - 1 = -3 ആണ്. അങ്ങനെയാണെങ്കിൽ 2m എന്തായി മാറും? ഈ -1 ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ +1 ആയി മാറും. സോ 2m ഈസ് ഈക്വൽ ടു -2. ദെർഫോർ m ഈസ് ഈക്വൽ ടു -2/2 എന്ന് വെച്ചാൽ ഫൈനൽ ആൻസർ -1.